നമസ്കാരം. ഞങ്ങളുടെ ഈ ട്രിപ്പ് ഗോകർണം എന്ന സ്ഥലത്തോട്ടാണ്. തിരുവല്ലയിൽ നിന്ന് ട്രെയിൻ കയറി ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് കുംത എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയത്. സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ബസ് കയറി ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടിലോട്ടുള്ള യാത്ര ഞങ്ങൾ തുടർന്നു. ഒരു അമ്പലം ഞങ്ങൾ ആ വഴിക്ക് കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സന്തോഷമായി. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അങ്ങനെ നടന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ബീച്ചിലോട്ട് ഞങ്ങൾ എത്തിച്ചേർന്നു. വളരെ മനോഹരമായ ഒരു ബീച്ച് അവിടെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 4 പേര് കൂടുന്നൊരു ഗ്യാങ്ങാണ് ഈ ട്രാവലിൽ യാത്ര തുടങ്ങിയത്. ആ ഫസ്റ്റ് ബീച്ച് ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ അടുത്ത ബീച്ചിലോട്ടുള്ള യാത്ര തുടങ്ങി. പല ഭാഗത്തു നിന്ന് ഞങ്ങൾ ആ ഒരു ബീച്ചിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല സൈഡിൽ നിന്ന് നമുക്ക് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ആ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ യാത്ര തുടങ്ങി. ഓരോ ഫോറസ്റ്റിൻ്റെ അകത്തൂടെയും. ഞങ്ങളുടെ ഗൈഡാണ് ഞങ്ങളുടെ മുന്നിൽ കൂടി യാത്ര ചെയ്യുന്നത്. അവൻ്റെ പേര് ബസന്ത്. അവനാണ് ഞങ്ങളുടെ മാപ്പ് ലൊക്കേഷനും എല്ലാം പറഞ്ഞു തരുന്നത്. നല്ല കാഴ്ചകൾ നമ്മൾ പോകുന്ന വഴി കൂടെ നമുക്കെല്ലാം കാണാൻ സാധിക്കും. ഇങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ അടുത്ത ബീച്ചിലോട്ട് ഞങ്ങളെത്തി. അവിടെയാണ് ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തത്. ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു കാഴ്ചകളും എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് എത്രത്തോളം അത് ഗ്രാസ്പ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു വൈബ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല അടിപൊളി സൺസെറ്റ്, നല്ല കാം നേച്ചർ. കിടു എന്നേ എനിക്ക് പറയാവുള്ളൂ. നൈറ്റ് ലൈഫ് ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞങ്ങൾ നല്ലൊരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തീയുടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ഒരു ലൈറ്റിന് ഗ്ലെയർ അതുവഴി പോകുന്നുണ്ട്. ആരും പേടിക്കണ്ട, ഇത് പ്രേതമൊന്നുമല്ല. രാവിലെ എണീക്കുമ്പോൾ ടെൻറ്റ് തുറന്ന് നോക്കുമ്പോൾ ബീച്ച് സൈഡ് വ്യൂ. അത് തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് രാവിലെ ഞങ്ങളുടെ നൂഡിൽസൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ നെക്സ്റ്റ്, അതായത് ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ടായ പാരഡൈസ് എന്ന് പറഞ്ഞ ബീച്ചിലോട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇത് ഗോകർണയുടെ ഒരു ഹൈലൈറ്റാണ്. അടിപൊളി ബീച്ച്, നല്ല വ്യൂ. ഇതോടെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.